ഇല്ല, അവൻ തോൽക്കില്ല, തോൽക്കാൻ പാടില്ല. ഒരു കാലത്ത് കോഴിക്കോട്ട് അങ്ങാടിയിലെ ഭായിയായി മറുവാക്കില്ലാതെ കള്ളും പെണ്ണും പൊലയാട്ടുമായിട്ട് ജീവിതം ഞാനൊരു തോന്നിവാസമാക്കിയപ്പോ ഈ താന്തോന്നിയ എബ്രാഹിമിനെ തല്ലി ജയിച്ച് മുടങ്ങാതെ അന്നവും സ്നേഹവും തന്ന് എന്നെ ഒരു മനുഷ്യനാക്കി മാറ്റിയവനവൻ. അവനെ തോൽപ്പിക്കാൻ പട്ടാണി പരമശിവല്ല, സാക്ഷാൽ ഉടയവും കർത്താവ് തന്നെ വിചാരിച്ചാലും ഒന്ന് മെനക്കേടേണ്ടി വരും. എന്നും പറഞ്ഞു കേട്ടിട്ടുള്ളത് തല്ലി ജയിച്ച ആളോടുള്ള ആരാധന മാത്രം. ഇത് തന്നെ പറഞ്ഞുകൊണ്ട് കിടക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയല്ലോ. പണ്ട് നിങ്ങളെ അവൻ തല്ലി ജയിച്ചപ്പോ ആ കാഴ്ച കണ്ട് പേടിച്ച് നാട് വിട്ട് ഓടിപ്പോയ നിങ്ങളുടെ മോനെ പറ്റി ഇത്ര കാലായിട്ടൊന്ന് ഓർത്ത് വിഷമിക്കുന്നത് കണ്ടിട്ടില്ല. അവൻ ഓടിപ്പോണ്ടോനാടി. ഓന്തിന്റെ വലിപ്പമുള്ളപ്പോ തന്നെ ഈ തെമ്മാടി തന്തയ്ക്ക് കള്ളും കഞ്ചാവും എത്തിച്ചേരാനായിരുന്നു അവന് തിടുക്കം. ആ മോനെ കുറിച്ച് ഇങ്ങനെ ദണ്ണപ്പെടുന്ന ഈ തള്ളയോട് ഇത്തിരി സ്നേഹം അവൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഇല്ലന്റെ കാശെങ്കിലും മുടക്കുമായിരുന്നു. അതുണ്ടായിട്ടില്ലല്ലോ ഇതുവരെ. ഇങ്ങോട്ട് കേറി വാടാ, അറാം പറഞ്ഞ ബെറാമി മോനെ. നല്ല റമ്മും പിന്നെ കുഞ്ഞം മത്തിയും കൊണ്ടുവന്നിട്ടുണ്ട്, പുളിയിട്ട് പറ്റിക്കാൻ. പോടാ, ഇന്ന് എനിക്കിതൊന്നും പോരാ ആഘോഷിക്കാൻ. ഇന്നത്തെ ദിവസം എന്താണാവോ ബെടേക്കോയ ഒരു പ്രത്യേകത? അതൊക്കെ ഉണ്ടടാ. ആ വന്നവൻ നിന്നോട് ജയിക്കാൻ അവിടെ ഒരു കളം വരച്ചു എന്നറിഞ്ഞപ്പോ തൊട്ട് ഉള്ളുരുകി വിളിച്ചു ഞാൻ പലവട്ടം കർത്താവിനെ. അവന്റെ മുന്നിൽ നിനക്കൊന്ന് അടിതെറ്റിയ പിന്നീടുള്ള കാലം നീ ഇതുപോലെ ആയിപ്പോയാ. നീ എന്നോട് കാണിക്കുന്ന ഈ കരുണ ആ വന്നവൻ നിന്നോട് കാണിക്കില്ലല്ലോ. പത്ത് 13 വയസ്സില് അറബിക്കടലിലേക്ക് എടുത്ത് ചാടി നീന്തി ഇക്കരെ പറ്റിയ ഈ ഹറാം പറന്ന ബറാമി ചെറുക്കന് അത്ര പെട്ടെന്ന് അങ്ങോട്ട് അടി തെറ്റോ എന്റെ ഇച്ഛായമ്പായി? അങ്ങനെ പറ്റാൻ പാടില്ലല്ലോ കോയ. അങ്ങനെ ഉണ്ടാവരുത്, എന്റെ കണ്ണടയുന്നവരെങ്കിലും. ഇതൊന്നും ആഘോഷിക്കാൻ നിന്റെ ആ കൊസറാക്കൊള്ളികളെയും കൂട്ടി വരായിരുന്നു. കൊസറാക്കൊള്ളികൾ മാത്രമല്ല, കൂട്ടത്തിലൊരു കാരണവരും കൂടെ ഉണ്ട്. നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ആയ? ഗുഡ് ഈവനിങ്. ഞാൻ കണ്ണേട്ടനെ കാണാൻ അങ്ങോട്ട് വരാൻ നിൽക്കുകയായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഡിസ്ചാർജ് ആയതല്ല, ഈ കുഞ്ഞമ്മാവൻ ഡോക്ടറെ പറഞ്ഞ് പേടിപ്പിച്ച് ഡിസ്ചാർജ് ആക്കിയതാ. ഇവനെ കൊണ്ടാണല്ലോ ഞാൻ ഇടങ്ങാറായത്. എടാ, ഇന്ന് വന്നവന്റെ കാര്യത്തിൽ എനിക്കെന്തോ പന്തികേട് തോന്നുന്നു. എന്താണെന്നറിയില്ല, ഈ കണ്ണേട്ടന്റെ മനസ്സിങ്ങനെ പറയാ, അവൻ ഇനിയും പൊങ്ങുന്നു. പൊങ്ങട്ടെ കണ്ണേട്ട, അവനെ പോലുള്ള പഹയന്മാര് ഇടയ്ക്കിങ്ങനെ പൊങ്ങണം. പൊങ്ങി വരുമ്പോഴല്ലേ നമുക്കൊരു ഹരമുള്ളൂ. എന്താണ്ടാ പൊടി മാറ്റിയേ? പിന്നല്ലാതെ പൊങ്ങട്ടെ, ഇങ്ങനെ പൊങ്ങിയാലല്ലേ പൊടി പാറുള്ളൂ. എടി ചെന്താമരെ. അയ്യോ, അമ്മായിയോ? അമ്മായി ഇത് എപ്പോ വന്നു? അമ്മായി വന്നിട്ട് 10-55 കൊല്ലമായിടി. ആണോ? അതല്ല, ഞാൻ കണ്ടില്ല. നേരെ ഉരുട്ടി തുടങ്ങി. ബാക്കിയുള്ള കിനാവ് വീട്ടിൽ പോയിരുന്നു കാണാൻ നോക്ക്. അല്ല, അത് പിന്നെ അമ്മായി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൊല്ലം എത്രയാ ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും മാർക്കറ്റിലേക്കുള്ള മൊത്തം പൂവെടുക്കാൻ ഞാൻ തന്നെ പോണെന്ന് വെച്ചാ? ഒന്നുമില്ലല്ലോ, ഞാനൊരു പെൺകുട്ടിയല്ലേ. അയ്യോ, നല്ല യമണ്ട ഇടിയായിരുന്നു കേട്ടു. എനിക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റില്ലല്ലോ അമ്മായി. അതുകൊണ്ടായിരിക്കും അമ്മായിയുടെ ചെന്താമരക്കുട്ടി ഒറ്റയ്ക്കിരുന്ന് കിനാവ് കാണുന്നത്. വെറുതെ അല്ല നാട്ടുകാര് പറയുന്നേ, നിന്റെ പൂക്കടയെന്ന് വാടിയ പൂ മാത്രമേ കിട്ടത്തുള്ളന്ന്. പൊരിവയിലത്താണെങ്കിലും നിലാവാണെന്ന് കരുതി അലിബായും കിനാവ് കണ്ടിരിക്കലാണല്ലോ നിന്റെ പണി. ഞാൻ ഈ സ്വപ്നം കണ്ട് നടക്കുന്നതിന് വല്ല ഫലവും ഉണ്ടാവും അമ്മായി. എപ്പ പൊടി മാറിയെന്ന് ചോദിച്ചാ മതി. എടി ചെന്താമരെ, നീ ചന്തയിൽ ഐശ്വര്യ റായും നമ്മുടെ അലിഭായി അഭിഷേക് ബച്ചനുമായ സ്ഥിതിക്ക് നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കും, അത് ഉറപ്പാ. പിന്നെ ഒരു ചെറിയ പ്രശ്നം ഞാൻ ഇതിൽ കാണുന്നത്, നമ്മുടെ അലിബായുടെ ബാപ്പാന്റെ പേര് അമിതാഭ് ബച്ചൻ എന്നല്ലല്ലോ എന്നത് മാത്രം. നിന്നെ കെട്ടാൻ വരുന്നത് അമിതാഭ് ബച്ചനാണോടി? അല്ലല്ലോ, രജനീകാന്താണല്ലോ. എന്നാ നടന്നത് തന്നെ.
നിന്റെ യോഗം എന്നെ പോലെ മൂത്ത് നരച്ചു പോവാനാണ്. ദേ, ഒന്ന് പോന്നല്ലേ ഇവിടുന്ന്. അതെ, അങ്ങനെ ആരും എന്നെ കളിയാക്കൊന്നും വേണ്ട. ടാക്സും വാറ്റും ടിക്കറ്റും ഒന്നും എടുക്കാതെ ഈ ഭൂലോകത്ത് സ്വസ്ഥമായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒറ്റ സാധനം സ്വപ്നം മാത്രമാ. ഈ പാവം ചെന്താമര അതെങ്കിലും ഒന്ന് കണ്ടോണ്ട് പോയിക്കോട്ടെ എന്റെ പൊടിപാറ്റി കല്ലങ്കാരികളെ. എന്തൊരു ചിരി പല്ലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ അടിച്ചളക്കിയനെ. വാ അമ്മായി മെനിങ്ങാത്ത പുട്ട് 2 വർഷം എടുക്കും. പഴം വേണ്ട, അടിച്ചു പൊട്ടിക്കാൻ ചുറ്റിക മതി. അമ്മായി ഇവിടെ റബ്ബർ ഷീറ്റിന്റെ പരിപാടി തുടങ്ങിയല്ലേ? സോറി, പൊറോട്ട ആയിരുന്നു. ഹായ്, പെരുന്നാൾ ഉറച്ചു.